ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അനറ്റ്. ഞാൻ കുമരകത്തു നിന്ന് വരുന്നു. ഇന്ന് ഈ അൾത്താരയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്നതെന്ന് സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് അനുഗ്രഹം തന്നതിന് തിരുക്കുമാരനും അമ്മ മാതാവിനും ഞാൻ ആദ്യം തന്നെ നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി ആദ്യമായി എടുത്ത ഡേറ്റ് മെയ് മാസം 11 2025 വർഷം. ഞാൻ 1.5 വർഷമായിട്ട് ജർമ്മൻ പഠിക്കുമായിരുന്നു. അതിൻ്റെ ആവശ്യമായിട്ടാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ ജർമ്മൻ പഠിക്കാൻ പോയപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു, നീ എന്തിനാ ഇത് പോകുന്നേ, 2 വർഷം വെറുതെ പോവും, പൈസ കളയാനായിട്ട് എന്തിനാ പോകുന്നത് എന്നൊക്കെ ചോദിച്ചു. ഒത്തിരി പേര് എന്നെ കളിയാക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു, ഞാൻ എന്നാ ചെയ്യേണ്ടത്? എൻ്റെ വീട്ടിലെന്താണേലും ഇപ്പോൾ എന്നെ നേഴ്സിങ്ങിന് വിടാനുള്ള പൈസയില്ല. അപ്പോൾ എൻ്റെ ചേച്ചി ജർമ്മനിയിലാണ്. അപ്പോൾ ഇങ്ങനെ പോകാനായിട്ട് വീട്ടിൽ നിന്നാണേലും പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ നറുക്കിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ജർമ്മൻ എന്നുള്ള ഓപ്ഷൻ കിട്ടി. അങ്ങനെ ഞാൻ ജർമ്മൻ പഠിക്കാൻ പോയി. ഞാൻ ജർമ്മൻ പഠിച്ചുകൊണ്ടിരുന്ന പരീക്ഷ ഞാൻ ജൂണിൽ ഞാൻ പരീക്ഷ എഴുതാനായിട്ട് പോയി. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ മാതാവിനോട് വെച്ചത് എനിക്ക് 2025 സെപ്റ്റംബർ 28 മുന്നേ എനിക്ക് പോകാനുള്ള എന്തെങ്കിലുമൊക്കെ വഴി ഒരുക്കി തരണേ എന്നായിരുന്നു ഞാൻ ആദ്യം ഉടമ്പടിയിൽ എഴുതിയത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എക്സാം എഴുതുന്നതിന് മുന്നേ തന്നെ അവിടുന്ന് എന്നെ വേണ്ടാന്ന് FST ചെയ്യാനായിട്ട് എന്നെ വേണ്ടാന്ന് പറഞ്ഞ കിൻഡർ ഗാർഡനിൽ നിന്ന് അവർ ഇൻ്റർവ്യൂ എടുത്ത് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. അങ്ങനെ അവരെന്നെ ഇൻ്റർവ്യൂ എടുത്തു. അവർക്ക് 2 കൂട്ടർക്കും എന്നെ ഇഷ്ടപ്പെടുകയും എനിക്കതിൽ ഏത് വേണമെന്ന് ചൂസ് ചെയ്യാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മുതൽ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് വിസയ്ക്ക് കിട്ടാനായിട്ട് ഭയങ്കര അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ലായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും കിട്ടി. അവർ ഏജൻറ്റ് പറയും ഇപ്പോൾ 2 മണിക്കൂറിനുള്ളിൽ തരാമെന്ന് പറഞ്ഞ് വിളിക്കും. കുറച്ച് നേരം കഴിയുമ്പം പറയും ഇല്ല അത് കിട്ടിയില്ല, അത് എടുക്കാൻ പറ്റുന്നില്ല, അപ്പോൾ ഭയങ്കര പാടാണ് എടുക്കാനായിട്ട്, കിട്ടുന്നില്ല, ഡേറ്റ് ഇല്ല എന്നൊക്കെ പറയും. അങ്ങനെ ഇരിക്കെ ഞാൻ എൻ്റെ ഉടമ്പടി കഴിഞ്ഞെങ്കിലും ഞാൻ പുതുക്കാനായിട്ട് എനിക്ക് പല എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് പുതുക്കാൻ വരാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നവംബർ അവസാനം ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് വിസയ്ക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. ഡിസംബർ 11 എനിക്ക് കൊച്ചിയിലും ബാംഗ്ലൂരുമാണ് ജർമ്മനുള്ള വിസയുടെ അപ്പോയിൻമെൻറ്റ്. എനിക്ക് കൊച്ചി കിട്ടണമെന്നായിരുന്നു ആഗ്രഹം. എനിക്ക് കൊച്ചിയിൽ തന്നെ ഡിസംബർ 11 അപ്പോയിൻമെൻറ്റ് കിട്ടി. ഞാൻ ഡിസംബർ 11 വിസയ്ക്ക് വെക്കാൻ പോയി. ഞാൻ ഉടമ്പടി പുതുക്കി അന്ന് മുതൽ ഞാൻ എൻ്റെ പാസ്പോർട്ടിലെ ഡോക്യുമെൻറ്റ്സിലെല്ലാം വിശുദ്ധ ഉപ്പും തൈലവും ഉപയോഗിച്ച് കുരിശ് വരയ്ക്കുകയും വിതറി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ 11 വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പോയി. ആ വിസ ഓഫീസിൽ ഞാൻ ഒപ്പിട്ട് പ്രാർത്ഥിച്ചു, എനിക്ക് എത്രയും പെട്ടെന്ന് വിസ ലഭിക്കണേ, ഇനി ഇത്രയും കാശ് മുടക്കിയിട്ട് ഇനി ഇതൊരു റിജക്ഷൻ ആവാൻ ഇടയാകരുത്. എല്ലാവരും എന്നോട് പറഞ്ഞു ചിലപ്പം റിജക്ഷൻ ആവും, കാരണം FSTക്ക് വിസ കിട്ടാനായിട്ട് കുറച്ച് പാടാണ്, അതുകൊണ്ട് ചിലപ്പോൾ റിജക്ഷൻ ആവും, എന്നാണേലും നീ പ്രതീക്ഷിച്ചിരുന്നോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. അവിടുന്ന് അവർ എന്നോടൊപ്പം മെയിൽ അയച്ച് ചോദിക്കാൻ തുടങ്ങി, ആയില്ലേ ഇതുവരെ, ഇത്രയും നാളായ കാരണം വരാറായില്ലേ. എനിക്ക് സെപ്റ്റംബർ 1 എൻ്റെ കോൺട്രാക്റ്റ് തുടങ്ങിയതായിരുന്നു. അപ്പോൾ എനിക്ക് ഇതുവരെ ആയില്ലേ എന്ന് ചോദിച്ച് അവർ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരാഴ്ചക്കകത്ത് തന്നെ ഡിസംബർ 18 എനിക്ക് വിസ അടിക്കുകയും ഡിസംബർ 22 വിസ എൻ്റെ കയ്യിൽ ലഭിക്കുകയും ചെയ്തു. ഞാൻ ജനുവരി 7 2026 വർഷം ഞാൻ പോവുകയാണ് ജർമ്മനിയിലേക്ക്. ഇത്രയും അനുഗ്രഹം എനിക്ക് തന്ന എൻ്റെ അമ്മ മാതാവിനും പരിശുദ്ധ തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് പത്രം മേടിച്ച് വീടുകൾ തോറും കയറി ഇറങ്ങി കൊടുക്കുകയും ബസ് സ്റ്റാൻഡിൽ വഴിയരികിലൊക്കെ കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അതിൽ വചനം എഴുതി കൊടുക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം നാമ്പടം സ്റ്റാൻഡിൽ ഇരിക്കുന്നവർക്ക് പൊതിച്ചോറ് കൊണ്ട് കൊടുക്കും. പിന്നെ സാധിക്കുന്നവരോടൊക്കെ എന്നോട് സങ്കടം പറഞ്ഞു വരുന്നവരോടൊക്കെ ഞാൻ കൃപാസന മാതാവിനെ പറ്റി പറയുകയും ഉടമ്പടി എടുക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്നും പള്ളിയിൽ പോവും, 2 ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കും. പിന്നെ വചനം സുഭാഷിതം 3:6 നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആവട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു വരുന്ന വചനം ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്യുമായിരുന്നു. ജനറ്റിക് ഡിസോർഡർ കാരണം സങ്കടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ഒത്തിരി കുഞ്ഞു പൈത മക്കളുണ്ട്. ആ മക്കൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ഈ സാക്ഷ്യം ഈശോ തമ്പുരാന് സമർപ്പിക്കുന്നു. ഇത്രയും അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11 16 തിരുവചനം. ഇപ്പോഴാകട്ടെ അവർ അതിനേക്കാൾ ശ്രേഷ്ഠവും സ്വർഗീയവുമായതിനെ ലക്ഷ്യം വയ്ക്കുന്നു. അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുന്നതിൽ അവർ ലജ്ജിക്കുന്നില്ല. അവർക്കായി അവിടുന്ന് ഒരു നഗരം തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. അനറ്റ് എന്ന മകളുടെ ഈ സാക്ഷ്യം കൃത്യമായും വളരെ
പ്രത്യക്ഷമായി നമുക്ക് മനസ്സിലാകുന്നത് ഇത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടിയുടെ വലിയ അടിസ്ഥാനത്തിലാണ് ഈ മകൾക്ക് ഈ വലിയ അനുഗ്രഹം ലഭിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അനറ്റ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എല്ലാവരും ഈ മകളെ കളിയാക്കുമായിരുന്നു. ഇതൊരു പൈസ വേസ്റ്റാകുന്ന പരിപാടിയാണ്, അല്ലെങ്കിൽ നിൻ്റെ 2 വർഷം വേസ്റ്റാകും. അങ്ങനെ എല്ലാവരുടെയും കുത്തുവാക്കുകളിലൂടെയും എല്ലാവരിൽ നിന്നുള്ള ഒരു അവഗണന സ്വീകരിച്ചുകൊണ്ടാണ് ഈ മകൾ തൻ്റെ നഴ്സിംഗ് പഠനം, ജർമ്മൻ പഠനം ആരംഭിക്കുമ്പോൾ തന്നെ വലിയ സങ്കടത്തോടുകൂടി ഈ പ്രാർത്ഥനാ രീതി തുടങ്ങുന്നത് തന്നെ. പക്ഷേ ഈ ഉടമ്പടിയിൽ ജീവിച്ചു തുടങ്ങിയപ്പോൾ അനറ്റിന് മനസ്സിലായി, പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം ഉപേക്ഷിച്ചാൽ ജീവിതത്തിലുണ്ടാകുന്ന ഒരു വലിയ വ്യത്യാസം ജർമ്മൻ പാസ്സാകുക എന്ന് മാത്രമല്ല, പരിശുദ്ധ അമ്മയെ സ്വന്തമാക്കുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കുമ്പോൾ ഈശോയെ സ്വന്തമായി എനിക്ക് വേണ്ടിയുള്ള ഒരു നഗരം തന്നെ, ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്ന പോലെ എനിക്കായി ഒരു നഗരം ഈശോ കരുതി വെച്ചത് എനിക്ക് കൃത്യസമയത്ത് തന്നെ നേടിത്തരും, എൻ്റെ ജീവിതത്തെ യഥാസ്ഥാനപ്പെടുത്തുമെന്ന് ഈ മകൾക്ക് മനസ്സിലായത് ഈ ഉടമ്പടി ജീവിതത്തിലൂടെയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും എത്ര തന്നെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളായാലും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമുക്കത് പ്രാപിച്ചു തരും എന്നുള്ള ഒരു വലിയ ഉറപ്പാണ്. കാരണം ഈശോ നമുക്ക് വേണ്ടി വലിയ വില കൊടുത്തിട്ടാണ് നമ്മെ ഈ അൾത്താരയിലേക്ക് കയറ്റി നിർത്തുന്നത്, നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നത്, നമുക്ക് ഈ ക്രിസ്തീയ വിശ്വാസം നൽകുന്നത്. നാം മാമോദിസ മുങ്ങുമ്പോൾ കിട്ടുന്ന ഓട്ടോമാറ്റിക്കായി കിട്ടുന്ന ഒരു വിശ്വാസം പോലെയല്ല, നാം വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് വിശ്വാസ കൈമാറ്റം നടത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയ വലിയ കൃപ. അനറ്റിന് ലഭിച്ചിരിക്കുന്ന ഒരു കൃപ തന്നെയാണ്. വെറുതെ ഒരു ജർമ്മൻ പാസ്സായി അവിടെ പോയി നഴ്സിംഗ് പഠിച്ച് ജോലി ചെയ്യുക എന്നതിനേക്കാൾ ഈശോയെ കൈമാറുവാനുള്ള, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനുള്ള ഒരു വലിയ അഭിഷേകമാണ് ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നത്. അനറ്റിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് വിസ തടസ്സം നേരിടുന്ന എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.